നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വാഹന വിൽപ്പന പരസ്യമായിട്ടല്ല. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റീസെൻ്റ്ലി 1-2 മാസങ്ങളായിട്ട് നമ്മുടെ വാഹന വിൽപ്പന മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റത്തിനെ കുറിച്ച് അറിയിക്കാനാണ്. അതായത് യൂസർ കാർ ഡീലേഴ്സിന് ഡീലർഷിപ്പ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് RTOയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തെടുക്കണം എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 30 മുന്നേ എല്ലാവരും ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് അതിന് തന്നിട്ടുണ്ടായിരുന്ന സമയം. ഞാനടക്കമുള്ള ഡീലേഴ്സ് ഇതിൻ്റെ തത്രപ്പാടിലായിരുന്നു. അതിൻ്റെ ആശങ്കകളുണ്ടായിരുന്നു. ഒരുവിധ ആൾക്കാർ ഇപ്പോൾ വാഹൻ സൈറ്റ് പ്രകാരം 201 ഡീലർമാർ ഇതുവരെ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു. അതിലൊരാൾ ഞാനുമാണ്. ഗുരുവായൂർ RTOയുടെ കീഴിൽ എനിക്ക് രജിസ്ട്രേഷൻ അടുത്ത ദിവസം കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പോൾ വാഹനം വാങ്ങുന്നവരും വിൽക്കുന്നവരും രണ്ടു കൂട്ടരും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഡീലർഷിപ്പ് എടുത്ത് ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു എന്താ പറയുക, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വാഹനം വാങ്ങുമ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ RTO സൈറ്റിൽ എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, വാഹൻ സൈറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇതാർക്കും അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടായിരിക്കും, പക്ഷേ ആരും ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഒരു വാഹനം വാങ്ങുമ്പോൾ മുൻപ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രൊസീജിയർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മളൊരു 1 month അഗ്രിമെൻ്റ് എഴുതി കസ്റ്റമറായി നിന്ന് വാഹനം മേടിച്ച് കൊടുന്ന് നമ്മുടെ ഷോറൂമിലിട്ടു. വിൽപ്പന ആവുന്ന സമയത്ത് നമ്മൾ പേര് മാറാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വാഹനം തന്നുവിടാൻ ഒരുവിധം കസ്റ്റമേഴ്സ് ഒന്നും സമ്മതിക്കാറില്ല. കാരണം ഇത് എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് അങ്ങനെ വണ്ടി കൊടുക്കാറില്ല, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാലോ മയക്കുമരുന്ന് കേസ് ഉണ്ടായാലോ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം സൊല്യൂഷനായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം. ഇത് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഇത്തിരി കടമ്പകളുണ്ട്. അതായത് GST ഉള്ളവരായിരിക്കണം, ലൈസൻസ്ഡ് സ്ഥാപനമായിരിക്കണം, പിന്നെ 25,000 രൂപ നമ്മൾ ഫീസ് അടക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വിഷയത്തിന് വലിയൊരു പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വാഹനം ഡീലറെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ വാഹൻ സൈറ്റിൽ കയറിയിട്ട് ആ വാഹനം നമ്മുടെ പേരിലേക്ക് മാറ്റാൻ, അതായത് ഡീലർഷിപ്പിന് ഓതറൈസേഷൻ തന്ന് ഡീലർഷിപ്പിലേക്ക് ലീഗലായിട്ട് മാറാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു നിയമം കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഡീലർമാർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അതിപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയിട്ടും അത് എങ്ങനെയാണ് അത് സിസ്റ്റത്തിൽ ചെയ്യുക എന്നുള്ളൊരു അവയർനെസ് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വാഹനം വിൽക്കുന്ന ആൾക്കാർക്കായാലും വാഹനം വാങ്ങുന്ന ഡീലർമാർക്കായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വാഹൻ സൈറ്റിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ആ OTP നമ്മുടെ പേരിലേക്ക് ആക്കി സ്പോട്ടിൽ തന്നെ ആ വാഹനം നമ്മുടെ പേരിലേക്കുള്ള ലയബിലിറ്റി ആക്കിയിട്ട് എടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിതിൽ ചെയ്യുന്നത്. ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ RTO ഉദ്യോഗസ്ഥരായാലും എന്താ പറയുക, അവർ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഞങ്ങൾ വാഹനം കൊടുത്തു, 1 മാസമായി, 2 വർഷമായി, 3 വർഷമായി, വാഹനം പേര് മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി ഉണ്ടാവില്ല. അതായത് നമ്മളൊരു ഡീലർക്ക് വാഹനം കൈമാറുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന്മേൽ ബ്ലാക്ക് ലിസ്റ്റോ ക്യാമറ ഫൈനുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ സിസ്റ്റത്തിൽ അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിൽ നിന്ന് മാറി അതിൻ്റെ ലീഗൽ ഓണർ ഈ ഡീലറായി മാറാണ്. ഇനി മുതൽ എന്ത് വിഷയം ആ വാഹനത്തിന്മേൽ വന്നാലും അയാളായിരിക്കും അതിന് ലയബിൾ. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ ആ വാഹനം പിന്നെ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് നിയമങ്ങൾ വേറെ ഉണ്ട്. ട്രിപ്പ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടുന്ന് നമ്മൾ വാഹനം പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകണമെങ്കിലോ എല്ലാം അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ വാഹൻ സൈറ്റിലുണ്ട്. അപ്പോൾ വാഹനം വിൽക്കുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ തന്നെ ആ OTP പറഞ്ഞു കൊടുത്ത് RC ഓണറുടെ പേരിൽ നിന്നും ഡീലറുടെ പേരിലേക്ക് ഓതറൈസ് ചെയ്ത് ഒരു RTOയുടെ റെസീറ്റ് തന്നെ കിട്ടും കയ്യോടെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ അറിയാവുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ 201 ഡീലർമാർ രജിസ്റ്റർ ചെയ്തതിൽ ചിലപ്പോൾ വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർക്ക് അത് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽ എങ്ങനെയാണ് അത് നമ്മുടെ സൈറ്റിൽ എങ്ങനെയാണ്, പരിവാഹൻ സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ വാഹനം വിൽക്കുന്നവരായാലും OTP വരുമ്പോൾ എല്ലാവർക്കും OTP പറഞ്ഞു കൊടുക്കാൻ പേടിയാണ്. അപ്പോൾ ഈ OTPനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ, എങ്ങനത്തെ OTP ആണ് വരിക, പേര് നമ്മുടെ അവരുടെ പേരിലേക്ക് മാറുമ്പോൾ, അതല്ലാതെ ഒരു ഡീലർ വന്നിട്ട് ഞാൻ ഡീലറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഇതിലുണ്ട്. ഓതറൈസ്ഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിവാഹൻ്റെ സൈറ്റിൽ കയറിയിട്ട്
അയാളുടെ സ്ഥാപനത്തിൻ്റെ പേരടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഓതറൈസ്ഡ് ഡീലറെ അതിൽ കാണിക്കും. അങ്ങനെയുള്ള ഓതറൈസ്ഡ് ഡീലർക്ക് നിങ്ങൾക്ക് വാഹനം ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ റെസീറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ കൂടിയായിരിക്കാം, പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യം ഗൂഗിളിൽ പരിവാഹൻ്റെ സൈറ്റ് സെർച്ച് ചെയ്യുക. പരിവാഹൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലിങ്കിൽ കയറിയിട്ട് പരിവാഹൻ്റെ ഹോം പേജ് ഓപ്പൺ ആവുന്ന രീതിയിൽ തുറന്നു വരും. അതിൽ നമ്മൾ ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ RTO ഏതാണ്, RCയുടെ പുറകിൽ കാണിക്കുന്ന RTOയുടെ ഏത് വണ്ടിയുടെ ആണോ പേര് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ RCയുടെ പുറകിൽ RTO നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ സെലക്ട് ചെയ്തിട്ട് ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഈ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മൾ പ്രൊസീഡ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിൽ വരും. അവിടെ വന്ന് സർവീസസ് മെനുവിൽ പോയിട്ട് അഡീഷണൽ സർവീസസ്, അവിടെ താഴെ ഇഷ്യൂ റിന്യൂ ഓതറൈസേഷൻ ടു സെക്കൻഡ് ഹാൻഡ് ഡീലർ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് ഓഫ് ഓതറൈസ്ഡ് സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളുടെ ലിസ്റ്റും വരും. അതിൽ വന്നിട്ട് നമുക്ക് ഓണർ നെയിം അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഓണറുടെ നെയിം, ഡീലറുടെ നെയിം അടിച്ചു കൊടുക്കുക. ഡീലർ നെയിം അടിച്ചു കഴിഞ്ഞാൽ അവിടെ അയാളുടെ ഷോപ്പിൻ്റെ പേര് കാണിക്കും, അഡ്രസ്സ് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പേരടിച്ചപ്പോൾ എൻ്റെ ഷോപ്പ് നെയിമും അഡ്രസ്സും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചെക്ക് ചെയ്ത് ഓതറൈസ്ഡ് ഡീലറാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണിത്. എന്നിട്ട് നമ്മൾ തിരിച്ച് അതേ മെനുവിൽ തന്നെ വന്നതിന് ശേഷം ഈ ലിസ്റ്റ് ഓഫ് ഓതറൈസ്ഡ് ഡീലർ കഴിഞ്ഞിട്ട് അടുത്ത് ഇൻറ്റിമേഷൻ ടു RTO ഓൺ ഡെലിവറിങ് ഓഫ് വെഹിക്കിൾ ടു ഓതറൈസ്ഡ് രജിസ്റ്റേർഡ് വെഹിക്കിൾ ഡീലർ എന്നൊരു ഓപ്ഷൻ കാണാം. ഫസ്റ്റത്തെ അതാണ് നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യേണ്ട ഓപ്ഷൻ. അതിൻ്റെ താഴെയുള്ളത് ടേക്കിംഗ് ബാക്ക് വെഹിക്കിൾ ഫ്രം ഓതറൈസ്ഡ് ഡീലർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക. ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഇതിപ്പോൾ ഇതിലെന്താ ഈ മെസ്സേജ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈപ്പോത്തിക്കേഷൻ ഓൾറെഡി ഉള്ള വെഹിക്കിളായ കാരണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ഒരു ന്യൂനതയാണ്. നമുക്ക് ഹൈപ്പോത്തിക്കേഷനുള്ള വെഹിക്കിൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഹൈപ്പോത്തിക്കേഷനുള്ള ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു വെഹിക്കിളിൻ്റെ നമ്പർ, ഹൈപ്പോത്തിക്കേഷനോ ബ്ലാക്ക് ലിസ്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനത്തിൻ്റെ നമ്പർ അടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചേസിസ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെരിഫൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോപ്പപ്പ് ആയിട്ട് പോകും. ആ വിൻഡോയിൽ നമുക്ക് ആ വണ്ടിയുടെ RC ഓണറുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 4 ഡിജിറ്റ് കാണാം. ഇപ്പോൾ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ജനറേറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ RC ഓണർക്ക് ഒരു OTP പോകും. ആ OTP RC ഓണർ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ OTP അവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ എന്താ ഡീറ്റെയിൽ എല്ലാം, ആ വാഹനത്തിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് RTOയിൽ അവൈലബിൾ ആണോ, വാഹനം മേടിച്ച വില, വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ കാലാവധി എല്ലാം നമ്മൾ അടുത്ത വിൻഡോയിൽ കാണിക്കും. അതിൻ്റെ താഴെ ഏത് ഡീലറെ പേരിലേക്കാണോ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡീലറെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു OTP ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന OTP അവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം, OTP വരാനുള്ള ഉടമസ്ഥാവകാശം നമ്മുടെ പേരിലേക്ക് മാറി. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് അവിടെ ഒരു ഫോം നമുക്ക് ജനറേറ്റ് ആവും. 29C എന്ന് പറഞ്ഞിട്ടൊരു ഫോം ജനറേറ്റ് ആവും. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അതിൻ്റെ സ്ക്രീൻ കാണിക്കാം. ആ 29Cയും ഒരു ഫീസ് അടച്ച റെസീറ്റിൻ്റെ ഒരു കോപ്പി നമുക്ക് ജനറേറ്റ് ആയി വരും. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് അടുത്ത നമ്മുടെ OTP വരുന്ന ഒരു വിൻഡോ ആണ്. അതുപോലെ ഇതാണ് നമ്മൾ ഫീസ് അടച്ചിട്ട് വരുന്ന റെസീറ്റിൻ്റെ കോപ്പി. ഇതിൽ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല, എമൗണ്ട് 0 ആയിരിക്കും. പക്ഷേ നമ്മൾ
ട്രാൻസ്ഫറിന് വേണ്ടി ഫീസ് അടച്ചതുപോലത്തെ ഒരു റെസീറ്റാണ് കിട്ടുക. അതിനോടുകൂടെ 29C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമും കൂടി ജനറേറ്റ് ആകും. ഈ 2 ഡോക്യുമെൻ്റാണ് നമ്മൾ നമ്മുടേതായ പ്രൂഫായിട്ട് വെക്കേണ്ടത്. പിന്നെ അവിടുന്ന് നമ്മൾ നെയിം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ OTP നമ്മൾക്കാണ് വരിക. അടുത്ത കസ്റ്റമറുടെ പേരിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ 2 ന്യൂനതകളാണുള്ളത്. ഒന്ന് ഹൈപ്പോത്തിക്കേഷനും ഫൈനും ഉള്ള വാഹനങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് RTO തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പരമാവധി എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയാം. ഞാൻ കഴിയാവുന്നത് റിപ്ലൈ ചെയ്യാം. താങ്ക് യു.